ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ എലിമിനേറ്ററിലെ ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് 47 റൺസിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് 243 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 196 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. വൈഭവ് സൂര്യവംശിയുടെ മാസ്മരികമായിട്ടുള്ള മറ്റൊരു ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഒരു ബേബി യൂണിവേഴ്സൽ ബോസ് എന്നുള്ള പേര് അദ്ദേഹത്തിന് വീണിരിക്കുകയാണ്. 29 ബോളുകളിൽ നിന്ന് 97 റൺസ് നേടിക്കൊണ്ടാണ് എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസിനെ ജയിപ്പിച്ച് ക്വാളിഫയർ 2 രാജസ്ഥാൻ റോയൽസ് യോഗ്യത നേടിയിരിക്കുന്നത്. അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു കുട്ടിപ്പയ്യന്റെ ബാറ്റിൽ നിന്ന് വന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. ഏതായാലും നമ്മൾ മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യം തന്നെ ബൗളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. മുലൻപൂരിലെ ഒരു പിച്ചിന്റെ ഘടന വെച്ചിട്ട് ഇതൊരു ചേസിംഗ് ഗ്രൗണ്ടാണ്. രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് വലിയ അഡ്വാൻറ്റേജ് ലഭിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് മുലൻപൂരിലേത്. അതുകൊണ്ട് തന്നെ ആ ടോസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നോക്കുമ്പോൾ റിയാൻ പരാഗിന്റെ മുഖത്ത് ഒരു സങ്കടമുണ്ടായിരുന്നു. പക്ഷേ മത്സരം തുടങ്ങി ആദ്യത്തെ 2-3 ഓവർ കഴിയുമ്പോൾ തന്നെ റിയാൻ പരാഗിന്റെ മുഖത്തുള്ള ആ ഒരു സങ്കടം വൈഭവ് സൂര്യവംശി മാറ്റിക്കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. 6 ഓവർ പിന്നിടുമ്പോഴേക്കും 80 റൺസ് എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് വൈഭവ് സൂര്യവംശിക്ക് സാധിച്ചു എന്നുള്ളതാണ്. പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ 80 റൺസ് എന്ന് പറയുമ്പോൾ അതൊരു മികച്ച പ്രകടനമായിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല. സാധാരണയായിട്ട് ഏത് ലോകോത്തര ബൗളറെ കണ്ടാലും ആദ്യ ബോളിൽ 6 അടിക്കുക എന്നുള്ളതാണ് വൈഭവിന്റെ ഒരു ശീലം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ആ ശീലം ഏത് സൈഡിലേക്ക് 6 അടിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ മുലൻപൂരിലെ സ്റ്റേഡിയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഹർഭജൻ സിംഗിന്റെ പേരിൽ ഒരു സ്റ്റാൻഡ് ഉണ്ട്, യുവരാജ് സിംഗിന്റെ പേരിൽ ഒരു സ്റ്റാൻഡ് ഉണ്ട്, പഞ്ചാബിൽ നിന്ന് ക്രിക്കറ്റ് കളിച്ച താരങ്ങളുടെ മിക്കവരുടെയും പേരിൽ ഒരു സ്റ്റാൻഡ് അവിടെയുണ്ട്. ആ സ്റ്റാൻഡിലേക്ക് എവിടേക്ക് വേണമെങ്കിൽ 6 അടിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഇന്ന് വൈഭവ് സൂര്യവംശിയുടെ ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അപ്പുറത്ത് ബാറ്റ് ചെയ്യുന്ന യശസ്വി ജയ്സ്വാളിനോട് ചോദിച്ചിരുന്നു ഏത് സ്റ്റാൻഡിലേക്കാണ് 6 അടിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുന്നത് പോലെയാണ് തോന്നിയത്. അപ്പുറത്ത് അന്താളിച്ച് നിൽക്കുന്ന യശസ്വി ജയ്സ്വാളിനെയാണ് നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ കണ്ടത്. എനിക്ക് തോന്നുന്നു SRHന്റെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമ്മിൻസിനെ പറ്റി ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിരിക്കും അദ്ദേഹം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു പാറ്റ് കമ്മിൻസ് ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷനെ ഇതിനു മുമ്പ് അഭിമുഖീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം ഓരോ ബോൾ കഴിയുമ്പോഴും തൻ്റെ ഫീൽഡർമാരെ മാറ്റേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ആ പവർ പ്ലേയിൽ 2 പേരെ മാത്രമേ 30 യാർഡ് സർക്കിളിന് പുറത്ത് നിർത്താനായിട്ട് സാധിക്കുള്ളൂ എന്ന് നമുക്കറിയാം. ആ ഓരോ ബോൾ കഴിയുമ്പോഴും നമ്മൾ ഫീൽഡറിനെ എവിടെ നിർത്തണം എന്നുള്ളത് പാറ്റ് കമ്മിൻസിന് സംശയം ഉളവാക്കുന്ന രീതിയിലായിരുന്നു വൈഭവിന്റെ സിക്സറുകളും ബൗണ്ടറികളും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അതായത് പല സ്ഥലങ്ങളിൽ ലോങ് ഓഫ് ബാക്കിൽ വെച്ച് നോക്കി, ലോങ് ഓൺ ബാക്കിൽ വെച്ച് നോക്കി, എന്തിന് സൈഡ് സ്ക്രീനിന്റെ നേരെ വരെ ഒരു ഫീൽഡറിനെ വെച്ച് നോക്കി. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഗ്രൗണ്ടിന്റെ തലങ്ങും വിലങ്ങും 6 അടിക്കുന്ന വൈഭവ് സൂര്യവംശിയാണ് നമ്മൾ കണ്ടത്. ഒരു 15 വയസ്സുകാരന് ഇങ്ങനെ ലോകോത്തര ബൗളർമാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഏതായാലും 29 ബോളുകളിലാണ് അദ്ദേഹം 97 റൺസ് നേടി പുറത്തായത്. 28 ബോളുകളായപ്പോഴും 97 റൺസ് എത്തിയിരുന്നു. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബോസ് ആയിട്ടുള്ള ക്രിസ് ഗെയിലിന്റെ പേരിലാണ്. അദ്ദേഹം 30 ബോളുകളിലാണ് സെഞ്ചുറി നേടിയത്. 28 ബോളുകളിൽ 97 റൺസ് വൈഭവ് എത്തിയപ്പോഴേക്കും ഒരു ബോൾ ബാക്കിയുള്ള ബോളിൽ ഒരു ബൗണ്ടറിയോ 6ഓ നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ആ റെക്കോർഡ് മറികടക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. പക്ഷേ അതൊരു ബൗണ്ടറിയോ 6ഓ നേടാനുള്ള ശ്രമത്തിനിടയിൽ തന്നെയാണ് അദ്ദേഹം പുറത്തായത്. 29 ബോളുകളിൽ 97 റൺസ് എന്ന് പറയുമ്പോൾ മാസ്മരികമായിട്ടുള്ള അവിസ്മരണീയമായിട്ടുള്ള ഒരു പ്രകടനം എന്നല്ലാതെ നമുക്കതിനെ വേറെ എന്താണ് പറയാനായിട്ട് സാധിക്കുക. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ഒരു ടാലന്റ് അല്ലെങ്കിൽ ഇത്രയും ഒരു മനക്കെട്ടി മറ്റൊരു താരത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നതാവും ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും മറുഭാഗത്തുണ്ടായിരുന്ന യശസ്വി ജയ്സ്വാളിനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗിൽ അദ്ദേഹം അന്താളിച്ച് നിന്ന പോലെയായിരുന്നു. കാരണം 29 ബോളുകളിൽ നിന്ന് 29 റൺസ് മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ യശസ്വി ജയ്സ്വാളിന് നേടാനായിട്ട് സാധിച്ചത്. അതേ 29 ബോളുകളിൽ നിന്നാണ് വൈഭവ് സൂര്യവംശി 97 റൺസ് നേടിയതെന്ന് പറയുമ്പോൾ ആ പയ്യന്റെ ബാറ്റിങ്ങിന്റെ മികവ് എത്രയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഏതായാലും ഇന്ത്യയിൽ എപ്പോഴും ഇതുപോലെ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നുള്ളത് നമുക്കറിയാം. ഒരു കാലഘട്ടത്തിൽ സുനിൽ ഗവാസ്കറും കപിൽ ദേവും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഘട്ടത്തിൽ, അതിനുശേഷം ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു മഹാരഥനായിട്ടുള്ള കളിക്കാരൻ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കയറി വന്നു. അതിനുശേഷം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കാലഘട്ടം അവസാനിക്കാറായപ്പോഴേക്കും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ പോലെയുള്ള മഹാരഥന്മാരായിട്ടുള്ള കളിക്കാർ ഇന്ത്യൻ ടീമിലേക്ക് കയറി വന്നു. ഇനി അടുത്തത് വൈഭവ് സൂര്യവംശിയുടെ ഒരു കാലഘട്ടമാണോ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും വൈഭവ് സൂര്യവംശി ബാറ്റ് ചെയ്യുന്ന സമയത്ത് യശസ്വി ജയ്സ്വാൾ ഔട്ടായി. ആ ഒരു സമയത്ത് ബാറ്റിംഗിൽ വന്ന് ധ്രുവ് ജുറൽ നോർമലി ഒരു ആങ്കറിംഗ് റോളിലാണ് കളിക്കുക. പക്ഷെ ഇന്ന് അദ്ദേഹം അങ്ങനെ ഒരു റോളിലായിരുന്നില്ല. അറ്റാക്ക് ചെയ്ത് കളിക്കാൻ തന്നെയാണ് അദ്ദേഹം ശ്രമിച്ചത്.
അദ്ദേഹം ആ ഒരു ഇന്നിങ്സിലെ 20 ബോളുകളിൽ നിന്നാണ് അർദ്ധ സെഞ്ചുറി നേടിയത്. വൈഭവ് സൂര്യവംശി ഔട്ടാവുമ്പോൾ 8 ഓവറിൽ 125 എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഔട്ടാവുമ്പോഴുള്ള ഒരു സിറ്റുവേഷൻ, അതായത് 29 ബോളിൽ 97 റൺസ് നേടി അദ്ദേഹം പുറത്താവുന്ന സമയത്ത് SRHന്റെ ഫീൽഡർമാരെല്ലാവരും അദ്ദേഹത്തിന്റെ ഓടി അടുത്തേക്ക് എത്തി അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, പ്രഫുൽ ഹിങ്കയാണ് അദ്ദേഹത്തിന് വിക്കറ്റ് എടുത്തത്. പ്രഫുൽ ഹിങ്കെ 2 കൈയും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വൈഭവ് സൂര്യവംശിയുടെ മുന്നിലൂടെ ഒരു ആഹ്ലാദ നൃത്തം ചവിട്ടി മുന്നോട്ട് പോകുന്നതാണ് ഞാൻ കണ്ടത്. എനിക്കപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മാച്ചിൽ ആ പയ്യന്റെ മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് പ്രഫുൽ ഹിങ്കയ്ക്ക് നല്ലത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ആ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം, 6 ഓവറിൽ 80 റൺസിന് നോ ലോസ് എന്ന് പറയുമ്പോൾ അതിനുശേഷമുള്ള 9 ഓവറുകൾ മിഡിൽ ഫേസിലെ പ്രകടനമായിരുന്നു ഏറ്റവും നിർണായകമായത്. കാരണം ആ 9 ഓവറുകളിൽ നിന്ന് 127 റൺസാണ് രാജസ്ഥാൻ റോയൽസ് അടിച്ചുകൂട്ടിയത്. അതായത് 3 വിക്കറ്റ് മാത്രമാണ് ആ ഒരു മിഡിൽ ഫേസിൽ അവർക്ക് നഷ്ടപ്പെട്ടത്. ആ 80 റൺസും 127 റൺസും ചേർക്കുമ്പോൾ 15 ഓവറിൽ നിന്ന് 207 റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക്, ഞാൻ വിചാരിച്ചത് അവസാനത്തെ 5 ഓവറിൽ ഒരു നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം കൂടെ കാഴ്ചവെക്കുകയാണെങ്കിൽ ഒരു 270 280 റൺസിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവരുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ ഈ കുട്ടിപ്പയ്യന്റെ ബാറ്റിംഗിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ബാറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ആർക്കും തന്നെ അതിനുശേഷം ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. ധ്രുവ് ജുറലിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനത്തെ നമ്മൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മിഡിൽ ഫേസിൽ വന്ന എല്ലാവരും തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ്. അതിൽ ഡൊണോവൻ ഫെരേര ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമാണ്. ദസുൻ ഷനക ശ്രീലങ്കയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അവർക്കാർക്കും ആ ഒരു മൊമെന്റം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നിയത് അവിടെ രവീന്ദ്ര ജഡേജ കുറച്ചും കൂടെ നല്ലപോലെ സ്ട്രൈക്ക് എടുത്ത് ബാറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷെ അദ്ദേഹവും സ്ട്രൈക്ക് എടുക്കാതെ ഓപ്പോസിറ്റ് ബാറ്റ് ചെയ്യുന്നു. ഇവൻ ഡൊണോവൻ ഫെരേര ഔട്ടായതിനു ശേഷം ജോഫ്ര ആർച്ചറോ ആൻഡ്രേ ബർഗറോ ഒക്കെ ബാറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ പോലും സിംഗിൾ എടുക്കാനാണ് രവീന്ദ്ര ജഡേജ ശ്രമിച്ചത്. കുറച്ചും കൂടെ ഉത്തരവാദിത്തം എടുത്ത അവസാന ഓവറുകളിൽ അദ്ദേഹമായിരുന്നു കൂടുതൽ ബോളുകൾ കളിക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക് അവിടെ ഉണ്ട്. ഏതായാലും ആ ഒരു 15 ഓവറിന് ശേഷമുള്ള 5 ഓവറുകൾ മാത്രമേ നമുക്ക് SRHന്റെ ബൗളർമാരെ പറ്റി എന്തെങ്കിലും തന്നെ പറയാനുള്ളൂ. കാരണം അതുവരെയുള്ള അവരുടെ ബൗളിംഗ് പ്രകടനം ഈ 15 ഓവറിൽ 207 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒന്നും തന്നെ പറയാനില്ല. അവസാനത്തെ 5 ഓവറിലേക്ക് വന്നപ്പോൾ നല്ലപോലെ മത്സരം തിരിച്ചു പിടിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. വെറും 36 റൺസ് മാത്രമാണ് രാജസ്ഥാന് അവസാനത്തെ 5 ഓവറിൽ നേടാനായിട്ട് സാധിച്ചത്. ആ സമയത്ത് അവരുടെ 5 പ്രധാനപ്പെട്ട വിക്കറ്റുകൾ നിലംപതിക്കുകയും ചെയ്തു. അതിൽ ഈ അവസാനത്തെ 5 ഓവറിൽ പാറ്റ് കമ്മിൻസിന്റെ ഒരു ഓവറിൽ 13 റൺസ് പോയതൊഴിച്ചാൽ ബാക്കിയുള്ള 4 ഓവറുകളിൽ എല്ലാവരും തന്നെ മികച്ച ബോളിംഗ്. ഇഷാൻ മലിംഗ് ഒരു ഓവർ നന്നായിട്ട് എറിഞ്ഞു. പ്രഫുൽ ഹിങ്കെ ഒരു നല്ല ഓവർ എറിഞ്ഞു. അതിനുശേഷം സാക്കിബ് ഹുസൈന്റെ അവസാനത്തെ ഓവർ ഏറ്റവും മികച്ചതായിരുന്നു. അതിൻ്റെ ഇടയിൽ 19ാമത്തെ ഓവറിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു മികച്ച ബൗളിംഗ് പ്രകടനം. ആ ഒരു സമയത്താണ് അവരുടെ ബൗളിംഗ് ക്ലിക്ക് ആയതെന്ന് തോന്നിപ്പോയി. ഏതായാലും ഈ ഒരു മത്സരത്തിൽ SRHന് വേണ്ടി ബൗളിംഗിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയത് അവരുടെ ക്യാപ്റ്റൻ തന്നെയാണ്. എപ്പോഴും ഒരു ഉത്തരവാദിത്വം എടുത്ത് ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് അദ്ദേഹം, പാറ്റ് കമ്മിൻസ്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ വൈഭവ് സൂര്യവംശിയുടെ മുന്നിൽ അദ്ദേഹം പതറിപ്പോയി എന്ന് പറയാതിരിക്കാനാവില്ല. 4 ഓവറിൽ 64 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചില്ല. ഇഷാൻ മലിംഗ 4 ഓവറിൽ 40 റൺസാണ് വഴങ്ങിയത്. 243 എന്ന് പറയുമ്പോൾ അതൊരു നല്ല ബോളിംഗ് പ്രകടനമായിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. സാക്കിബ് ഹുസൈൻ 4 ഓവറിൽ 52 റൺസാണ് വഴങ്ങിയത്. സാക്കിബ് ഹുസൈന്റെ നാട്ടിൽ നിന്ന് തന്നെയുള്ള താരമാണ് വൈഭവ് സൂര്യവംശി. രണ്ടുപേരും ബീഹാറിൽ നിന്നുള്ള താരമാണ്. അതുകൊണ്ട് തന്നെ വൈഭവ് സൂര്യവംശിയുടെ ഒരു വീക്ക്നെസ് ഒക്കെ സാക്കിബ് ഹുസൈന് അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്ലോവറുകൾ ഒന്നും തന്നെ ഈ പയ്യന്റെ മുന്നിൽ വില പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. കാരണം എവിടെ ഇട്ടാലും സിക്സറുകൾ അടിക്കുന്നു, സ്ലോവറുകൾ എറിഞ്ഞാലും സിക്സറുകൾ അടിക്കുന്നു. അത്രയ്ക്ക് മനോഹരമായിരുന്നു. സാക്കിബ് ഹുസൈന്റെ 7ാമത്തെ ഓവർ, അതായത് പവർ പ്ലേ കഴിഞ്ഞുള്ള അടുത്ത ഓവർ ഞാൻ നോക്കുമ്പോൾ ഈ ബാറ്റ് ചെയ്യുന്ന ക്രീസിന് മുൻവശത്താണ് 5 ഫീൽഡർമാർ, അതായത് 30 യാർഡ് സർക്കിളിന് പുറത്തുള്ള 5 ഫീൽഡർമാരെയും മുൻവശത്തിട്ടാണ്. അതായത് ബാക്കിലേക്ക് അടിക്കാനായിട്ടുള്ള സാധ്യതയില്ല, മുന്നിലേക്ക് തന്നെയാണ് അടിക്കുമെന്നുള്ളതായിരുന്നു അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ഫീൽഡാണ് പാറ്റ് കമ്മിൻസ് വെച്ചു കൊടുത്തത്. പക്ഷെ അതിന് മുകളിലൂടെയും 6 അടിക്കുന്ന വൈഭവ് സൂര്യവംശിയാണ് നമ്മൾ കണ്ടത്. പ്രഫുൽ ഹിങ്കെ 4 ഓവറിൽ 54 റൺസാണ് വഴങ്ങിയത്. പക്ഷേ 3 വിക്കറ്റ് എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പ്രധാനപ്പെട്ട 3 വിക്കറ്റുകളാണ് പ്രഫുൽ ഹിങ്കെ എടുത്തതെന്ന് നമുക്ക് മറക്കാനാവില്ല. ഏതായാലും ശിവാങ് കുമാറും അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയും അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഓവറുകൾ നിർണായകമായി. 2 ഓവറിൽ 12 റൺസ് എന്ന് പറയുന്നത് മികച്ച ഒരു ബൗളിംഗ് പ്രകടനം തന്നെയായിരുന്നു. കുറച്ചുകൂടെ മുമ്പേ അദ്ദേഹത്തിന് എറിയിക്കേണ്ടതായിരുന്നു. കാരണം ഒരുപാട് സ്പീഡ് കൊടുക്കാതെ എറിയുകയാണെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയാൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം സാക്കിബ് ഹുസൈന്റെ സ്ലോവർ ബോളുകൾ തെരഞ്ഞു പിടിച്ച് അടിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത്. ഏതായാലും 243 റൺസ് എന്ന് പറയുന്നത് ചേസ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇതൊരു ചേസിംഗ് ഗ്രൗണ്ട് ആണ്. SRH ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പലപ്പോഴും ചേസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്യാറുള്ളതാണ്. പക്ഷെ അതിന് നല്ല ഒരു തുടക്കം ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗിലേക്ക് ഒന്നും കൂടെ നമ്മൾ മടങ്ങി വരികയാണെങ്കിൽ അവിടെ അദ്ദേഹത്തിനെതിരെ ഷോർട്ട് പിച്ച് ഡെലിവറികൾ, അതായത് ബൗൺസറുകൾ, മുഖത്തിന് നേരെ എറിയുന്ന ബോളുകൾ അധികം തന്നെ പ്രയോഗിച്ചില്ല
സാധിച്ചില്ല SRHന്റെ ബൗളർമാർ എന്നുള്ളതാണ്. അവർ ഫീൽഡ് മാറ്റി വയ്ക്കുന്നുണ്ടായിരുന്നു, പലതും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നോർമലി അദ്ദേഹത്തിന്റെ ഒരു വിക്കറ്റ് എടുക്കാനായിട്ട് സാധാരണ ബൗളർമാർ ചെയ്യുന്നത് അദ്ദേഹത്തിന് മുഖത്ത് നേരെ എറിയുന്ന ബൗൺസറുകളാണ്, ഹെൽമെറ്റിലേക്ക് എറിയുന്ന ബൗൺസറുകളാണ്. അത് ഇന്ന് ഒരു ബോൾ എറിയുന്നുണ്ടായിരുന്നു, അത് ഒരു 6 നേടാനായിട്ട് വൈഭവിന് സാധിച്ചു. പക്ഷേ ആ ഒരു ഡെലിവറികൾ തന്നെയാണ് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് നേരെ പ്രയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെ ആദ്യം തൊട്ട് ആക്രമിച്ച് കളിക്കുന്ന ബാറ്റർമാർക്കെതിരെ, ഒപ്പം തന്നെ ഇതുപോലെ നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കിൽ നമ്മൾ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാറ്റിംഗ് ട്രാക്കിൽ ബൗളർമാർക്ക്, പേസർമാർക്ക് ന്യൂ ബോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഹാർഡ് ലെങ്ത്തിൽ അടിച്ചെറിയുക, അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് ഡെലിവറികൾ, ബൗൺസറുകൾ എറിയുക എന്നുള്ളത് മാത്രമാണ്. തിരിച്ചു നമ്മൾ മറുപടി SRHന്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ രാജസ്ഥാന്റെ ബൗളർമാർ ചെയ്തതും അത് തന്നെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് 148 കിലോമീറ്ററിലും 150 കിലോമീറ്ററിലും ഒക്കെ ബൗൺസറുകൾ മുഖത്തിന് നേരെ എറിയുക എന്നുള്ളതാണ് ജോഫ്ര ആർച്ചറിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അത് ഇന്ന് നല്ലപോലെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ആ രണ്ടാമത്തെ ബോളിൽ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ബൗൺസർ ആയിരുന്നു അഭിഷേക് ശർമ്മയ്ക്ക് കൊടുത്തത്. അഭിഷേക് ശർമ്മയ്ക്ക് അതൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല, കോട്ട് ബിഹൈൻഡ് ആവുകയും ചെയ്തു. ഇനീഷ്യൽ ഘട്ടത്തിൽ ആ ഒരു ബൗൺസർ എറിഞ്ഞതിന് ശേഷം പിന്നെ ആ ലെങ്ത് മാറി കയറ്റി എറിയാനാണ് ശ്രമിച്ചത്. ആ കയറ്റി എറിയാനും അല്ലെങ്കിൽ ബോൾ സ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കയറ്റി എറിയുന്നത്. അപ്പോൾ അങ്ങനെ എറിയുന്ന ബോളുകൾ ഈസി ആയിട്ട് 6 നേടാനായിട്ട് ഇഷാൻ കിഷന് സാധിക്കുന്നുണ്ടായിരുന്നു. ഇഷാൻ കിഷൻ വന്ന ഉടനെ തന്നെ ആക്രമിച്ച് കളിക്കുക, കാരണം 243 എത്തണമെങ്കിൽ ആദ്യം തൊട്ട് തന്നെ പവർ പ്ലേയിൽ ആക്രമിച്ച് കളിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ കളിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. 2.4 ഓവർ ആകുമ്പോഴേക്കും 50 റൺസിൽ എത്താനായിട്ട് SRHന് സാധിച്ചു എന്നുള്ളതാണ്. ആ 2.4 ഓവറിൽ രണ്ടാമത്തെ ബോളിലാണ് ആദ്യത്തെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് അഭിഷേക് ശർമ്മയുടെ. പിന്നീടുള്ള ആ 2.2 ഓവറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ബൗൺസറുകൾ എറിഞ്ഞിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ഇഷാൻ കിഷൻ ഔട്ടായത് ജസ്റ്റ് ഒരു ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് ഒരു ഷോർട്ട് പിച്ച് ഡെലിവറിയിലായിരുന്നു. അതിന് തൊട്ടു മുമ്പത്തെ ബോൾ ഒരു എക്സലന്റ് ആയിട്ടുള്ള ബൗൺസർ തന്നെയായിരുന്നു. അത് ജോഫ്ര ആർച്ചർ നല്ലപോലെ എറിഞ്ഞിരുന്നു. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ഒരു നല്ല ഒരു അടിയെന്ന് പറയാൻ സാധിക്കില്ല, അതൊരു ടോപ്പ് എഡ്ജ് ആയിരുന്നു. ജസ്റ്റ് ബൗണ്ടറി ലൈനിന്റെ പുറത്താണ് വീണത്. രവീന്ദ്ര ജഡേജ ഒരു ക്യാച്ച് എടുക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് സാധിച്ചില്ല, ബൗണ്ടറി കടന്നു പോവുകയായിരുന്നു. അങ്ങനെയുള്ള ഷോർട്ട് പിച്ച് ഡെലിവറികളാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ആദ്യത്തെ 3 വിക്കറ്റുകൾ, അതിനുശേഷം സ്മരൺ രവിചന്ദ്രൻ ഔട്ടായതും ഒരു ഷോർട്ട് പിച്ച് ഡെലിവറിയിലായിരുന്നു. ഈവൻ ഹെൻറിച്ച് ക്ലാസൻ വന്നപ്പോൾ ആദ്യത്തെ 2-3 ബോളുകൾ അവർ എറിഞ്ഞതെല്ലാം ഷോർട്ട് പിച്ച് ആയിരുന്നു. നാന്ദ്രെ ബെർഗർ വന്ന് ആ ഒരു അറൌണ്ട് ദ വിക്കറ്റ്, അദ്ദേഹത്തിന്റെ ഓവർ ദ വിക്കറ്റ് ആണ്, ഒരു സൈഡിൽ കൂടെ വന്നിട്ട് ബൗൺസർ എറിയാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഷോർട്ട് പിച്ച് ഡെലിവറിയിൽ ഹാർഡ് ലെങ്ത്തിൽ അടിച്ചെറിയാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും പവർ പ്ലേ കഴിയുമ്പോൾ തന്നെ മത്സരം ഏകദേശം രാജസ്ഥാൻ റോയൽസ് ജയിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. ഇതൊരു നല്ല ബാറ്റിംഗ് ട്രാക്ക് ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമമൊക്കെ നമുക്ക് കാഴ്ചവെക്കാമായിരുന്നു. പക്ഷേ 4 വിക്കറ്റുകൾ ആ ഒരു സമയത്ത് അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. 71 റൺസ് പവർ പ്ലേയിൽ നേടുക എന്ന് പറയുന്നത് നല്ലൊരു സ്കോറാണ്. നമ്മൾ രാജസ്ഥാൻ റോയൽസ് 80 റൺസാണ് നേടിയതെന്ന് പറഞ്ഞു. മറുപടി SRHന് 71 റൺസ് നേടാൻ സാധിച്ചെങ്കിലും 4 വിക്കറ്റുകൾ എന്ന് പറയുന്നത് വലിയ ക്രൂഷ്യലാണ്. ആ ഒരു സമയത്ത് 4 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ മത്സരത്തിലേക്ക് വരിക എന്നുള്ളത് എളുപ്പമല്ല. 7ാമത്തെ ഓവറിലേക്ക് വന്നപ്പോൾ അവിടെ യശ്രാജ് പുഞ്ചയെ ഒരു 6 നേടാനായിട്ട് ക്ലാസിന് സാധിച്ചു. അതിനുശേഷം ഒരു റിവേഴ്സ് സ്വീപ്പ് കളിക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹം LBW ആവുകയായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പുഞ്ചയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചൊരു ബൗൺസ് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഹൈറ്റിൽ നിന്ന് ഡെലിവറി ചെയ്യുന്നത് കൊണ്ടാണ് ഒരു എക്സ്ട്രാ ബൗൺസ് ലഭിക്കുന്നത്. അതിൽ അദ്ദേഹം ഹെൻറിച്ച് ക്ലാസിന്റെ വിക്കറ്റ് എടുക്കുകയും ചെയ്തു, LBW ആവുകയായിരുന്നു. അതോടുകൂടി മത്സരം സീൽ ചെയ്തു. പിന്നെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളാണ് ടീമിലുള്ളത്. സലിൽ അറോറയൊക്കെ പോലെയുള്ള താരങ്ങൾ ബാറ്റ് ചെയ്യാനുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മത്സരം കൊണ്ടുപോയി വിജയിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് അത്ര ഈസി അല്ല. എന്നിട്ടും മിഡിൽ ഫേസിൽ ഒരു നല്ല പ്രകടനം അവർ കാഴ്ചവെച്ചു. 94 റൺസ് നേടാൻ ആ സമയത്ത് അവർക്ക് സാധിച്ചു. വീണ്ടും പക്ഷേ ഒരു 4 വിക്കറ്റും കൂടെ അപ്പോൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ടോട്ടൽ അപ്പോഴേക്കും 15 ഓവർ ആകുമ്പോഴേക്കും 8 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് പരാജയത്തെ തുറിച്ചു നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് SRH മാറി എന്നുള്ളതാണ്. SRHന്റെയും രാജസ്ഥാൻ റോയൽസിന്റെയും ബൗളിങ്ങിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ബൗളർമാർ നാന്ദ്രെ ബെർഗർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോഫ്ര ആർച്ചർ ആയിക്കോട്ടെ, അവർ ഈ ഇതുപോലെയുള്ള ബാറ്റിംഗ് ട്രാക്കിൽ ഈ ഹാർഡ് ലെങ്ത്തിൽ എറിയുക അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് ഡെലിവറി എറിയുക, ബൗൺസർ എറിയുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇനീഷ്യൽ ഘട്ടത്തിൽ വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചത്. മറുഭാഗത്തേക്ക് വരുമ്പോൾ SRHന്റെ പേസർമാർ ആരും തന്നെ, ഈവൻ പാറ്റ് കമിൻസ് അത് നല്ലപോലെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ബൗളറാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം അത് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ല. നല്ല പൊക്കമുള്ള ബൗളേഴ്സ് ഹാർഡ് ലെങ്ത്തിൽ അടിച്ചെറിയുക എന്നുള്ളത് തന്നെയാണ് ഇതുപോലെയുള്ള അടിച്ചു കളിക്കുന്ന ബാറ്റർമാർക്ക് എതിരെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ അത് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ചെറിയ പ്രകടനങ്ങളൊക്കെയാണ് വന്നത്. നിതീഷ് കുമാർ റെഡ്ഡി 20 ബോളുകളിൽ നിന്ന് 38 റൺസും സലിൽ അറോറ 21 ബോളുകളിൽ നിന്ന് ഒരു 35 റൺസും നേടി. ഇഷാൻ കിഷൻ ആദ്യം തന്നെ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു എന്ന് ഞാൻ പറഞ്ഞു. പവർ പ്ലേയിൽ 11 ബോളുകളിൽ നിന്നാണ് അദ്ദേഹം 33 റൺസ് നേടിയത്. ഏതായാലും
ജോഫ്ര ആർച്ചറിന്റെ ഒരു ഇനീഷ്യൽ ബൗളിംഗ് പ്രകടനം, ഈ മത്സരത്തിൽ അദ്ദേഹം കുറച്ചധികം റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ടാകാം, പക്ഷേ നല്ല പ്രധാനപ്പെട്ട വിക്കറ്റുകളെല്ലാം തന്നെ എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. 4 ഓവറിൽ 58 റൺസ് വഴങ്ങി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട 3 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത്. മത്സരം അവിടെ സീൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. 3 ഓവറിൽ 26 റൺസ് വഴങ്ങി 1 വിക്കറ്റ് നേടിയ നാന്ദ്രെ ബർഗറിന്റെ ഹാർഡ് ലെങ്ത് ബൗളിംഗ് മികച്ചതായിരുന്നു. അതുപോലെ തന്നെ ബ്രിജേഷ് ശർമ്മ 3 ഓവറിൽ 31 റൺസും, പുഞ്ചയുടെ ബൗളിംഗ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 4 ഓവറിൽ 39 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. പക്ഷേ അവിടെ ഹെൻറിച്ച് ക്ലാസിന്റെ വിക്കറ്റ് എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അത് മത്സരത്തിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള നിമിഷങ്ങളിൽ ഒന്നായിരുന്നു എന്നുള്ളതാണ്. രവീന്ദ്ര ജഡേജ അവസാന ഘട്ടത്തിലേക്ക് ബോൾ ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹവും 3 ഓവറിൽ 21 റൺസ് വഴങ്ങി 2 വിക്കറ്റ് നേടി. സ്പീഡിൽ നല്ലപോലെ വേരി ചെയ്യുന്നുണ്ടായിരുന്നു. 64 കിലോമീറ്റർ സ്പീഡിൽ വരെ ഒരു ബോൾ രവീന്ദ്ര ജഡേജ എറിയുന്നത് കണ്ടു. ചില ബോളുകൾ 104 കിലോമീറ്ററിലും 103 കിലോമീറ്ററിലൊക്കെ എറിയുമ്പോൾ 64 കിലോമീറ്ററിൽ എറിയുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകും ബാറ്റർമാർ. പക്ഷേ അതെല്ലാം ഒരു ലോവർ മിഡിൽ ഓർഡറിലുള്ള ബാറ്റർമാർക്കെതിരെയാണ് അങ്ങനെയുള്ള ഒരു ബൗളിംഗ് പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചത്. ഏതായാലും വൈഭവ് സൂര്യവംശിയുടെ പ്രകടനമാണ് ഈ മത്സരത്തിൽ നിർണായകമായത്. കാരണം ഇത്രത്തോളം മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം, അതും നല്ല ബാറ്റിംഗ് ട്രാക്ക് ആണ്. പക്ഷേ ഇതുപോലെയുള്ള ലോകോത്തര താരങ്ങൾക്കെതിരെ, ലോകോത്തര പേസർമാർക്കെതിരെ, ബൗളർമാർക്കെതിരെ ഇതുപോലെ ഒരു 15 വയസ്സുകാരന്റെ പ്രകടനം, അത് ഒരു എലിമിനേറ്ററിൽ, ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള നിർണായകമായിട്ടുള്ള ഹൈ വോൾട്ടേജ് മാച്ചിൽ അദ്ദേഹം കാഴ്ചവെച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് അദ്ദേഹത്തിന്റെ മനക്കെട്ടി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മികച്ച ഒരു താരമായി വളരാനുള്ള എല്ലാം തന്നെ ആ പയ്യനിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഏതായാലും 2026 എലിമിനേറ്റർ ഓർക്കപ്പെടാൻ പോകുന്നത് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ബീഹാറുകാരന്റെ പേരിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ക്വാളിഫയർ മത്സരമാണ് ഇനി വരാൻ പോകുന്നത്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ പേസർമാർക്കെതിരെ വൈഭവ് സൂര്യവംശി എങ്ങനെയായിരിക്കും ബാറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ മത്സരങ്ങളുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.